എൻ്റെ പേര് ദീപ രാജ്. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നും ചെങ്ങന്നൂർ പുലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2025 മാർച്ച് 6-ാം തീയതിയാണ്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ആദ്യത്തെ നിയോഗം എൻ്റെ മകനൊരു ജോലിക്കാര്യമായിരുന്നു. വർഷങ്ങൾ കൊണ്ട് ലഭിക്കാത്ത ഒരിതായിരുന്നു. മകന് പ്രൈമറി കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ടായിരുന്നു. മോന് ഇപ്പോൾ 28 വയസ്സുണ്ട്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. 3-ാം നാൾ മുതൽ മാതാവിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ തുടങ്ങി. മകൻ്റെ ജോലി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 10-20 നാൾ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ മോൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കങ്ങനെ ഇരിക്കുക പീരിയഡായി. അന്നേരം നമുക്കറിയത്തില്ലല്ലോ, അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഞാൻ 8 ദിവസം ഉടമ്പടി പ്രാർത്ഥനയും ഒന്നും ചൊല്ലിയില്ല. വീണ്ടും ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചപ്പോൾ ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു. മോളെ അതിന് കുഴപ്പമൊന്നുമില്ല, കുളിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്ന്. ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്തോളാമെന്ന്. അടുത്ത പ്രാവശ്യം വീണ്ടും ആയപ്പോൾ കുളിച്ചിട്ട് ചെയ്തെങ്കിലും എനിക്ക് അശുദ്ധം പോലെ, അയ്യോ മാതാവ് പരിശുദ്ധയാണല്ലോ, അശുദ്ധയാകുമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ 3-ാമത്തെ മാസം മുതൽ എനിക്ക് പീരിയഡ് ഇല്ല. ഇവിടെ വരുമ്പോൾ 3 മാസമായിട്ടും പീരിയഡ് ഒന്നുമില്ല. ഒരു ചേച്ചി പറഞ്ഞു അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിന്നെ മാതാവ് അനുഗ്രഹിച്ചതാണെന്ന്. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായി. സന്ധ്യ ആയപ്പോഴത്തേനും എനിക്ക് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റുന്നില്ല. തല കറങ്ങി വീണ് മരിച്ചു പോകുന്ന അവസ്ഥയായി. അന്നേരത്തേന് എൻ്റെ മൂത്ത ഒരു മകനുണ്ട്. അതിന് ശേഷം 2-ാമത്തെ ഇരട്ട ആമക്കളാണ്. അവർ രണ്ടുപേരുടെ സ്കൂട്ടറിലിരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഉടൻ തന്നെ ഡോക്ടർ ട്രിപ്പ് ഇട്ട് 2-3 ഇഞ്ചക്ഷൻ തന്ന് കിടത്തുകയും ചെയ്തു. അതിന് ശേഷം ഉടനെ പറഞ്ഞു മോളെ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന്. ഗൈനക്കോളജിസ്റ്റിനെ കണ്ട ഉടനെ പറഞ്ഞു പെട്ടെന്നൊരു സ്കാൻ നടത്തണമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ 2 ഓവറിയിലും ഓരോ മുഴയുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് 2 ഓവറിയും എൻ്റെ യൂട്രസും എടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു മദ്യപാനിയാണ്. പുള്ളിയോട് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കല്ല, എൻ്റെ മാതാവും തിരുകുമാരനേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. അങ്ങനെ ഇരിക്കെ മാതാവിനെ വിളിച്ച് അതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അമ്മ ഒരു കാര്യം വേറെ ഒരു ഡോക്ടറിനെ കൂടി ഒന്ന് ചെന്ന് കാണാൻ. ഈ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഞാൻ ചോദിച്ചു ഓണത്തിന് മുമ്പ് ഓപ്പറേഷൻ ചെയ്താൽ മതിയോ എന്ന്. ഡോക്ടർ പറഞ്ഞു ഓണവും ക്രിസ്തുമസും എല്ലാം ഇങ്ങനെ വന്നു പോകും, എത്രയും പെട്ടെന്ന് യൂട്രസ് ഓവറിയും എടുക്കണമെന്ന്. കാരണം എന്നെ നോക്കാൻ ആരുമില്ല, 3 മാസം ബെഡ് റെസ്റ്റ് വേണം. അങ്ങനെ ഇരിക്കുക ചെറിയനാട് ഒരു ഡോക്ടർ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി. ആ ഡോക്ടർ പറഞ്ഞു മോളെ ആരോഗ്യനില തീരെ വഷളാണല്ലോ, ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ. അന്നേരം ഓപ്പറേഷന് മുമ്പേ ടെസ്റ്റ് ചെയ്ത് എല്ലാ റിപ്പോർട്ടിലും ഈ ബ്ലഡിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു നാളെ വരാൻ. നാളെ എൻ്റെ മകനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ചോദിച്ചു മോളെ നിൻ്റെ കൂടെ ആരാ വന്നിരിക്കുന്നത്, ഹസ്ബൻഡാണോ മോനാണോ എന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ മോനാണ് വന്നിരിക്കുന്നത്. ഡോക്ടർ കൂടുതലൊന്നും സംസാരിക്കാതെ ഫോൺ എടുത്തു. ഉടനെ ബുക്കിംഗ് ചെയ്തു. ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ പേര് ലളിതാംബിക, നമ്മുടെ മാതാവിൻ്റെ പേര് മരിയാംബിക. പെട്ടെന്ന് തന്നെ അന്നേരം എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നു. ആലപ്പുഴയിൽ ആ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു പാപ്സ്മിയർ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റ് നടത്തണമെന്ന്. ഈ ടെസ്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ ജോസഫ് അച്ഛനെ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ജോസഫ് അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുകയും സൈത്ത് പൂശി വയറിൽ കുരിശ് വരയ്ക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് അച്ഛൻ്റെ അനുഗ്രഹങ്ങളും മേടിച്ചുകൊണ്ട് പോയി. എനിക്കൊരു കാശ് രൂപം നൽകി. അത് ഞാൻ എൻ്റെ ഫയലിൽ സൂക്ഷിച്ചു. ഹോസ്പിറ്റലിൽ പോകുന്ന എൻ്റെ സ്കാനിങ്ങിൻ്റെ എല്ലാം റിപ്പോർട്ടിൽ സൂക്ഷിച്ച് ഞാൻ പോയി. എൻ്റെ ടെസ്റ്റ് എല്ലാം നടത്തിയപ്പോൾ എനിക്കെല്ലാം നോർമലാണ്, ക്യാൻസറും ഇല്ല, ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും എനിക്ക് പീരിയഡ് ഒന്നുമില്ല.
അങ്ങനെ ഇരിക്കെ 2 മാസവും അതുപോലെ തന്നെ 20 ദിവസവുമായി. ഞാൻ ജപമാല റാലിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് വീട്ടിൽ. രാത്രി 10 മണിയായി. എല്ലാം എൻ്റെ പുതിയ ചുരിദാറ്, ഡ്രസ്സ്, ചെരുപ്പ് എല്ലാം എനിക്ക് മാതാവ് പുതിയത് തന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. രാത്രി 10 മണിയായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു നമുക്ക് ജപമാല റാലിക്ക് പോകാനും പറഞ്ഞ് വണ്ടിയും എല്ലാം ബുക്കിങ് ചെയ്തു. 2 മാസവും 20 ദിവസവും വരാത്ത പീരിയഡ് അന്ന് രാത്രിയിൽ എനിക്ക് വന്നു. ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചു, മാതാവേ എന്തോ എനിക്ക് തന്നത് ഞാൻ റാലിക്ക് വരാൻ ഒരുങ്ങിയതാണല്ലോ, നീ എന്നെ എന്താ ഈ ചെയ്ത? അന്നേരം മാതാവ് അടയാളം തന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എൻ്റെ റാലിക്ക് വരുമോ ഇല്ലയോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ 100% മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുവാണെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങി. ഇവിടെ വന്ന് വെളിയിൽ മാല ചാർത്തി മെഴുകുതിരി മേടിച്ച് കൊടുത്തു. ഈ അകത്തൊന്നും എനിക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ റാലി പോയി. നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കടൽ തീരം കഴിയാറായി. കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്ത് വരുവാണേലും കടൽ തീരത്ത് കിടക്കുക, ആംബുലൻസിൽ പോകുക, എന്ത് വേണേലും ചെയ്തോട്ട്, പക്ഷേ ഞാൻ മാതാവിനെ 100% വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങുവാന്ന് പറഞ്ഞു. ഇറങ്ങി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലാസ്റ്റ് കടൽ തീരം കഴിയാറായി. കഴിഞ്ഞ് നമ്മളൊരു കാട് പോലെയുള്ള ഒരു വഴിയുണ്ട്. എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, സാറാമ്മയും കാർത്തികയെന്നും പറയുന്നത് 2 ഫ്രണ്ട്സ്. അവരെൻ്റെ ദൃക്സാക്ഷികളാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറി. അന്നേരത്തിന് റാലി അപ്പുറത്തെ വഴിക്കൂടെ പോയി. കയറി ഇപ്പുറത്തൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ അറുത്തുങ്കൽ പള്ളിയാണ്. പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു, നല്ല മുടിയും ചിരിച്ചോണ്ടുള്ള മുഖം. എൻ്റെ കൂട്ടുകാർ 2 പേരും കണ്ടത്. അവർ ദൃക്സാക്ഷികളാണ്, പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നത് ആരാണെന്ന്. വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പോകുന്ന വഴി തെറ്റാ, ഒരു പാറയിലോട്ടാണ് കയറാൻ പോകുന്നത്, അവിടെ അപകടമാണ്, അതുവഴി ഇപ്പുറത്തൂടെ ഇറങ്ങി പോകാനെന്ന്. ഞങ്ങൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പം വീണ്ടും അത് എതിലെയാണ് വന്നതെന്ന് അറിയത്തില്ല, കടലിൽ കൂടിയാണോ എങ്ങനെയാണെന്ന്. ഒരു കൈലി ഉടുത്തിട്ടുണ്ട്, താഴെ വരെ നീല കളറിലൊരു കൈലിയാണ്, കളങ്കളമുള്ള മുടിയും ഉണ്ട് നല്ലപോലെ. വന്നിട്ട് വീണ്ടും പറഞ്ഞു അത് തെറ്റായി, ഇതുവഴി പോകും. പിന്നെ ഞങ്ങളുടെ 3 പേരുടെയും കൂടെ നടന്നു വന്നു. തിരിച്ചു പോയിട്ട് 3ാമത് വന്നു, വാ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ആക്കിത്തരാമെന്ന് പറഞ്ഞ് കൂടെ 3 പേരുടെയും കൂടെ വന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതാരാന്ന്. പുഞ്ചിരിച്ച മുഖമാണ്, പക്ഷേ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല. ഞാൻ നോക്കുന്നുണ്ട്, എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിലെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി റാലിയിലോട്ടാക്കുകയും ഉടനെ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇവർ എൻ്റെ ഫ്രണ്ട്സ് അങ്ങ് മുമ്പ് പോയിക്കോട്ടെ, ഞാൻ ഓടിച്ചെന്ന് കയറിയാൽ മതിയല്ലോ. ഞാൻ പുറകിലോട്ട് ഓടിച്ചെന്ന്. മാതാവ് പറഞ്ഞു, നീ പോയി നോക്കതാരാണെന്ന്. ഓടിച്ചെന്ന് പുറകിൽ നോക്കിയപ്പോൾ ആളിനെ കാണുന്നില്ല. എങ്ങോട്ട് പോയെന്ന്, മുമ്പിൽ പോയോ പുറകിൽ പോയോ ഇടത്തോട്ട് പോയോ വലത്തോട്ട് പോയോ ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടി വന്ന് 2 ബസ് ആലപ്പുഴ. ഞങ്ങൾക്ക് തിരിച്ച് കൃപാസനം പള്ളി വരണ്ടല്ലോ, ആലപ്പുഴയ്ക്ക് വന്നാൽ മതി ചെങ്ങന്നൂർ വരാൻ വേണ്ടി. 3 പേരും ബസ്സിൽ കയറാൻ വേണ്ടി തുടങ്ങുമ്പോൾ 2 ബസ്സിലും കയറാൻ പറ്റുന്നില്ല. 3ാമതൊരു ബസ് വന്നു. അത് കൃപാസനം പള്ളി വന്നിട്ട് നമ്മുടെ ആലപ്പുഴ വരെയുള്ള ബസ്സാണ്. അന്നേരം ഞങ്ങൾക്ക് കൃപാസനത്തിൽ ഇറങ്ങേണ്ടി ഒരു കാര്യവും ഇല്ലല്ലോ. വണ്ടിയെ കയറിയപ്പോൾ തന്നെ എനിക്ക് തീരെ വയ്യാതെയായി, ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയായി. പണ്ട് എനിക്ക് ഛർദ്ദിലുണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ ചെങ്ങന്നൂരിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്ന് കഴിഞ്ഞ ഉടനെ എനിക്ക് ഭയങ്കര ഛർദ്ദിലാണ്. ഞാൻ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ചുകൊണ്ടുണ്ട് 2ാമത് ഞാൻ വന്നത്. എനിക്ക് ഒരു കുഴപ്പങ്ങളും പിന്നെ എൻ്റെ ഛർദ്ദിലും പരിപൂർണമായിട്ട് മാറി. വീണ്ടും ആ പണ്ടത്തെ ഓർമ്മ വന്നു. എൻ്റെ ബാഗും പേഴ്സും ഫോണും എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സാറാമ്മയെന്ന് പറയുന്ന ആളിൻ്റെ കൊടുത്തിട്ട് ഞാൻ ഈ ഇട്ടിരിക്കുന്ന തുണിയും ജീവനോടെ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. കണ്ടക്ടറിനോട് പറഞ്ഞു വണ്ടി നിർത്ത്. കണ്ടക്ടർ വണ്ടി നിർത്തിയില്ല. വീണ്ടും ഛർദ്ദിൽ ഭയങ്കരമായിട്ട് വന്നു. ഞാൻ വിചാരിച്ചു പുള്ളിയുടെ ദേഹത്തോട്ട് ഛർദ്ദിലെല്ലാം വീണെന്നേ. പക്ഷേ പുള്ളി വണ്ടി നിർത്തിയില്ല. ഈ കൃപാസനം പള്ളിയുടെ ഇപ്പറേ ഞാൻ വരുന്നത് അപ്പുറത്തൂടാ. 2ാമത് വന്നപ്പോൾ അപ്പുറേ എന്നെ മാതാവ് ഇറക്കി, ഒരു കുഴപ്പവും ഇല്ലാതെ ഛർദ്ദിലും ഒന്നുമില്ലാതെ. റാലി കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ അപ്പുറേ ഇറങ്ങി. അവിടെ എല്ലാം കുറേ പൂഴി മണ്ണ, കടൽ തീരത്തുനിന്ന് കയറി വരുന്ന പോലെ. അവിടുന്ന് വന്നതുപോലെ തന്നെ എന്നെ ഓടുന്ന ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് എന്നെ ആ
ഞാൻ ആ പൂഴി മണ്ണിൽ കൂടി എല്ലാം നടന്ന് ചവിട്ടി കയറി നേരെ ഇതുവഴി വന്നു. എന്നെ ഇനി പള്ളി കയറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ആ 7 സാക്ഷ്യങ്ങൾ സാധിച്ച് ഞാൻ ഒന്നും പറയാതിരിക്കുമായിരുന്നു. നീ പോയിട്ട് ഈ സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവ് പറഞ്ഞു. ഇവിടെ കടൽ തീരത്ത് കണ്ടത് സാക്ഷ്യം ഇറങ്ങി പറയാന്ന്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി അപ്പറേ ഒരു ചേച്ചിയോട്ട് ചായ വിൽക്കുന്നേ. ആ ചേച്ചിയുടെ കസേരയിൽ പോയി തല താത്തിട്ടിരുന്നു. ഈ കൃപാസനം പള്ളി വന്ന ചേട്ടനോടും ചേച്ചിയോടും എല്ലാം ചോദിച്ചാൽ എനിക്കൊരു ഛർദിലിൻ്റെ ഗുളിക തരുമോന്ന്. അവരെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ചേച്ചി ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ഇവിടെ നോക്കട്ടെ മെഡിക്കൽ സ്റ്റോർ വല്ലതും ഉണ്ടോന്ന്. അവർ പോയപ്പോഴത്തേനാ ചായക്കടയിലെ ചേച്ചിയോട് ഞാനൊന്നും പറഞ്ഞില്ല. ആ ചേച്ചി എന്നോട് പറയാം, മോൻ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് എഴുന്നേറ്റ മാതാവിൻ്റെ അടുത്ത് പോയി കിടന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഛർദിലും എല്ലാം മാറ്റി എന്നെ വീട്ടിൽ ഒരു കുഴപ്പവും ഇല്ലാതെ എത്തിക്കണേന്ന്. അന്നേരത്തേന് ഫ്രണ്ട്സ് 2 പേര് ഓടി വന്നിട്ട് പറഞ്ഞു, ഇവിടെ മെഡിക്കൽ സ്റ്റോർ ഒന്നുമില്ല, ചേച്ചി വാ നമുക്ക് വല്ലതും കഴിക്കാം. ഒന്നും കഴിക്കാഞ്ഞിട്ടായിരിക്കും വന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോളാൻ. അന്നേരം അവിടുന്ന് എന്നെ മാതാവ് എഴുന്നേപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെളിയിൽ പൂമാല ചാർത്തുന്ന മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഛർദിൽ മാറ്റിത്തരണേന്ന്. മാറ്റിത്തന്നു. എനിക്ക് എൻ്റെ മെഴുകുതിരി കത്തിക്കുമ്പോൾ എല്ലാ രൂപങ്ങളും വരാറുണ്ട്. ഈ 11ാമത്തെ അൾത്താരയിലെ മാതാവ് വന്നിട്ടുണ്ട്, 13ലെ മാതാവ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹൃദയമാണ് വരുന്ന, ഹാർട്ട്. ഞാൻ ഓരോ ഗവൺമെൻറ് ആശുപത്രി പേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന പത്രങ്ങൾ കൊടുക്കുകയാണ്. അതിലൊരു ക്രിസ്ത്യൻ ചേച്ചിയുണ്ട്. പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, മോളെ ഇത് മാതാവിൻ്റെ വിമല ഹൃദയമാണോ യേശുവിൻ്റെ തിരുഹൃദയമാണോ? ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു ഹിന്ദുവായി, എനിക്ക് അറിയത്തില്ലെന്ന്. ഞാൻ വീട്ടിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് മാതാവിനോട് തിരുകുമാരനോട് ചോദിച്ചു, ഇതാരുടെ ഹൃദയമാണ്? ഉടനെ എനിക്ക് തീ കത്തുന്ന മെഴുകുതിരിക്കകത്ത് കുരിശ് വന്നു. എന്നെ വളരെ പെട്ടെന്ന് തന്നെ മാതാവ് തിരുകുമാരനുമായിട്ട് അടുപ്പിക്കുമായിരുന്നു. അന്ന് അവിടെ ജപമാല റാലി കണ്ടത് അത് ഈശോയായിരുന്നു, ജീവനോട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു. എനിക്കതിന് ശേഷം യാതൊരു ബുദ്ധിമുട്ടും ഒരു കുഴപ്പമില്ല. സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമായിരുന്നു, ഭയങ്കര കടബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ പകുതി മുക്കാലോളം മദ്യപാനം മാറി. അതാണ് എൻ്റെ ആദ്യത്തെ 2ാമത്തെ നിയോഗം. എനിക്ക് മെഴുകുതിരിക്കകത്ത് എല്ലാ രൂപങ്ങളും വരും. യേശുവിനെ മുൾക്കിരീടം അണിയിച്ച് കൊണ്ടുവന്ന കുരിശി തറച്ച് കിടക്കുന്നത് ഹൃദയം തന്നെ ഹൃദയം വരുന്നു. ഒരു ദിവസം എനിക്ക് മെഴുകുതിരി തീർന്നു പോയായിരുന്നു. അന്നേരം ഞാൻ, മാതാവേ മെഴുകുതിരി ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? വീട്ടിലിരുന്ന് ഒരു മെഴുകുതിരി എടുത്ത് വെള്ളം മെഴുകുതിരി വെച്ച് കത്തിച്ചു. ഉടനെ അതിൻ്റെ അകത്ത് എനിക്ക് ഹാർട്ട് വന്നു. എനിക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് മാതാവിൻ്റെ കൂടെയുണ്ട്. ഇത് ജപമാല റാലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ മെഴുകുതിരി കത്തിച്ചപ്പോൾ ഈ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അതെനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫോണിൽ ക്യാമറ ഇല്ല. ഞാൻ എൻ്റെ മോനെ വിളിച്ചാണ് എൻ്റെ ഇതെല്ലാം ഫോണിലെടുക്കുന്നത്. ഈ ഫോണിൻ്റെ അകത്തെല്ലാം കിടപ്പുണ്ട്. കൃപാസന മാതാവ് വന്ന് പറഞ്ഞ, ഞാനാ എൻ്റെ മോനുമായിട്ട് നിന്നെ കൊണ്ട് ഞാൻ അടുപ്പിച്ചതെന്ന് അത് പറയാനാ മാതാവ് വന്നത്. എന്ത് അടയാളം തന്നാലും ഇപ്പോൾ എനിക്കറിയാം. പിന്നെ എനിക്ക് റാലി കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം എനിക്ക് നോർമൽ പീരിയഡാണ്. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഒരു ബുദ്ധിമുട്ടും ഒരു ഓപ്പറേഷനും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എല്ലാ രീതിയിലും എന്നെ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയാണ് ഇപ്പോൾ എൻ്റെ കൂടെ കൂടുതലും. വിളിച്ചാൽ വിളിപ്പുറത്ത് ജീവനോടെ വന്നിനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ഞാൻ മെഴുകുതിരി കത്തിച്ച് സത്യം ചെയ്തിരിക്കുക, മരിക്കുന്നിടം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കും ജീവിക്കുന്നത്. എനിക്കിങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹം. പേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിലെല്ലാം തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടാണ് ഞാൻ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഈ പത്രം എന്നിൽ നിന്നും ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും ആരും മേടിക്കാതിരിക്കത്തില്ല, എല്ലാവരും മേടിച്ച് നന്ദിയായിട്ടാണ് സ്വീകരിക്കുന്നത്. പിന്നെ പേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ പൊതിച്ചോറ് ഒന്നും കൊടുക്കാൻ തുടങ്ങിയിട്ട് അത് അടുത്ത ആഴ്ച മുതൽ തുടങ്ങും. എൻ്റെ കയ്യിൽ എൻ്റെ അടുത്ത് വന്ന് ആര് കൈ നീട്ടുന്നു അവർക്ക് എന്നാൽ കഴിയുന്ന പൈസയുമായിട്ടുള്ള സഹായം ഞാൻ ചെയ്യാറുണ്ട്. എവിടെ ഞാൻ പോയാലും ഒരാളെന്ന് ഉറപ്പായിട്ടും എൻ്റെ എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടും. ഉടൻ തന്നെ ഞാൻ അവരുടെ കയ്യിൽ 20 ആണെങ്കിൽ 20, 50 ആണെങ്കിൽ 50 അതെടുത്ത് കൊടുക്കും. അങ്ങനെയുള്ള പേക്ഷിത പ്രവർത്തനങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു.
ഇപ്പം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതേ ഉള്ളൂ. ഇതിനോടുകൂടി ഞാൻ വെച്ച് എല്ലാ നിയോഗങ്ങളും സാധിക്കും. പേരട്ട മക്കൾക്കാണെങ്കിൽ അവർക്കും കയറിപ്പോകാനുള്ള പേപ്പറും എല്ലാം കൊടുത്തു വെച്ചിരിക്കും. അവരെയും കൊണ്ട് ഇനിയും ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം അവരുടെ കാര്യങ്ങൾ നടക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അതുപോലെ തന്നെ ഈ 2-3 പേരെ നേരിട്ട് ഇവിടെ ഉടമ്പടി കൊണ്ടുവന്ന് എടുപ്പിച്ചു. അവർക്ക് നല്ല നല്ല അനുഗ്രഹങ്ങളാണ്. യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനവും ആരാധനയും എല്ലാം കൂടാറുണ്ട്. പ്രാർത്ഥനയെല്ലാം കറക്റ്റ് 5:15 രാവിലത്തേതും വൈകിട്ടത്തേതും എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യും. അതിനുശേഷം എനിക്കിപ്പോൾ നല്ല ധൈര്യവും നല്ല ശക്തിയും എല്ലാം ഉണ്ട്. എനിക്കിപ്പോൾ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. അതുപോലെ എന്നെ അനുഗ്രഹിച്ചേക്കുവാ. എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവും ഈശോയും നൽകുന്നത്. ഞാൻ മരിക്കുന്നിടം വരെ എനിക്ക് ഉടമ്പടി ജീവിക്കണമെന്നാണ് ഞാൻ എൻ്റെ മാതാവിനോടും തിരുകുമാരനോടും പറയുന്നത്. പിന്നെ എല്ലാവർക്കും ഞാൻ സ്റ്റാറ്റസ് ഇടും. എന്നും ജോസഫ് അച്ഛൻ്റെ ധ്യാനവും എല്ലാം ഇടാറുണ്ട്. ഇനിയും 5-6 പേർ എൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ് ഞങ്ങളുടെ അവിടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി.